ഹലോ ഗായ്സ്, ഇത് നമ്മൾ ചന്ദ്രഗിരി യാത്രയുടെ സെക്കൻഡ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടുത്തെ ഒരു സുവോളജിക്കൽ പാർക്കിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. നമ്മൾ ആദ്യം ചെന്ന ഒരു കുരങ്ങനെ കാണാമായിരുന്നു ഗൈസ്. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു കുരങ്ങനെയായിരുന്നു കാണുന്നത്. കുരങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നു പോകാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഒരു ബസ് പോലത്തെ ഒരു വണ്ടി കയറി. ഈ വണ്ടിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ കുറേ മയിലിനെയൊക്കെ കണ്ട്, വെള്ള മയിൽ, സാധാ മയിലിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ സിംഹത്തിനെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് ഒരു ബസ്സിൽ കയറി ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി. അവിടെ പക്ഷേ നമ്മൾ സിംഹം കിടന്ന് ഉറങ്ങുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ. നേരെ നിൽക്കുന്ന സിംഹത്തിനെ ഒന്നിനെയും കണ്ടില്ല. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ യാത്ര, പഴയ വണ്ടിയിൽ. അങ്ങനെ പിന്നെ നമ്മൾ ചെന്നതെന്ന് വെച്ചാൽ കുറേ ബേർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നു. അവിടെ തത്തമ്മയും പിന്നെ സാധാ കുറേ കിളികൾ, ലവ് ബേർഡ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത നമുക്ക് കാണാത്ത വെറൈറ്റി ആയിട്ടുള്ളതിനെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സൗണ്ട് ഇട്ടു. നമ്മൾ വെച്ച് സിംഹം ഗർജിക്കും അതൊക്കെ വിചാരിച്ച് വലിയ ചാടിച്ചടി പോയതാണ്. പക്ഷേ പുലിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ പുലിയെ കണ്ടു. പുലി നമ്മൾ അടുത്തോട്ട് വരുവാണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പേടിച്ച് നിന്ന് കുറച്ച് നേരം. പക്ഷേ പെട്ടെന്ന് നമുക്ക് നല്ലൊരു കിടില ഷോട്ട് കിട്ടി ഗൈസ്. പുലി ഇങ്ങനെ ചാടി കയറുന്നത് നമുക്ക് കാണാൻ പറ്റി. ആദ്യമായിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ കാണുന്നത്, പുലി ഇങ്ങനെ ചാടി കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കരടിക്കുട്ടനെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ജീവിതത്തിൽ കരടിയെ ഇങ്ങനെ കാണുന്നത് അടുത്തായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആനയാണ് കണ്ടത്. ആനയെ പിന്നെ നമ്മൾ കേരളത്തിൽ ഫുള്ള് കാണുന്നതായതുകൊണ്ട് നമുക്ക് വലിയ അതിശയം തോന്നില്ല. പിന്നെ കുറേ നേരം ആന ഇങ്ങനെ തലയാട്ടിയൊക്കെ നിൽക്കുന്നതൊക്കെ കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുതലാണ് ഗൈസ് കണ്ടത്. ഈ മുതല ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഒരനക്കവും ഇല്ല. ആ വലിയ മുതല ഇവിടെ ഉണ്ടോയെന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റിയ വണ്ടിയെ തന്നെ നമ്മൾ തിരിച്ച് എവിടെയാണോ കയറിയത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരുപ്പതിയിലോട്ട് വിട്ടു ഗൈസ്. തിരുപ്പതിയിൽ ഒരു സൂപ്പർ അമ്പലം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെയാണ് നമ്മൾ അടുത്ത് പോയത്. അവിടുത്തെ വെള്ളച്ചാട്ടമാണിത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമായിരുന്നു. അവിടെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു അവിടെ. പിന്നെ അമ്പലത്തിലൊക്കെ കയറി അവിടെ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.